സാഹസികമായ ഒരു ഉദ്യമമാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞു ഒരു പ്രിന്റഡ് മാധ്യമം ഇവിടുന്ന് തുടങ്ങണം എന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഞാനൊരു ആവേശക്കാരനാണ്. ആവേശത്തോടു കൂടി ഒരു പത്രം ഇറക്കുന്നതിനെ പറ്റി ആലോചിക്കുകയും കുറേ പേര് സഹകരിക്കുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ ഒരു പത്രം നമ്മൾ പുതുവർഷം തൊട്ട് പ്രസിദ്ധീകരിക്കുകയാണ്. അന്ന് ഇതിൻ്റെ ഉദ്ഘാടനം ഇവിടെ വെച്ച് പ്രസ് ക്ലബ് ഓഫ് അമേരിക്കയുടെ പ്രസിഡന്റ് സുനിൽ സ്റ്റാർ ബഹുമാനപ്പെട്ട അച്ഛനൊരു കൂപ്പി കൊടുത്തുകൊണ്ട് അത് നിർവഹിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ മുന്നോട്ട് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഏറ്റവും കൂടുതലുള്ള മാത്തുക്കുട്ടി ഈശോ, എല്ലാവരും പേര് വിട്ടുപോയി ക്ഷമിക്കണം, റജി കുര്യൻ, ഡിൻസില്, സിബി ഡേവിഡ്, എല്ലാവരും ഇതുമായിട്ട് ബന്ധപ്പെട്ട ബോബി എല്ലാവരും മുന്നോട്ട് വരണമെന്ന് ഞാൻ ആരുടെയെങ്കിലും പേര് വിട്ട് ക്ഷമിക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും, എബ്രഹാം ഫിലിപ്പ്, അലക്സസ് സമാൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും, ഷാജു സാം, കുഞ്ഞുമാലി, എല്ലാവരും മുന്നോട്ട് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ വളരെ ഭാരിച്ച ഉത്തരവാദിത്തമുള്ള സാമ്പത്തിക ബാധ്യതയുള്ളൊരു കേസാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. എല്ലാവരും പറഞ്ഞു നീ ഇത് ലക്ഷത്തേക്കൊണ്ട് തലവെച്ച് കൊടുക്കുകയാണ്, മേളിലോട്ട് പോകാൻ കയറെടുക്കേണ്ട കേസാണ്. ഒരു കാര്യമേ എനിക്ക് റിക്വസ്റ്റ് ഉള്ളൂ, നിങ്ങൾ പൈസ തന്നില്ലെങ്കിലും പരസ്യം തന്ന, ചെറുതും വലുതുമായ പരസ്യം തന്ന സഹായിച്ചാൽ ഇത് വലിയ മുടക്കം കൂടാതെ നമുക്കൊരു പ്രിന്റ് മാധ്യമം ക്യൂർസിൽ നിന്ന് ഇറക്കുവാൻ പറ്റും. ഞാൻ ഫിലാഡൽഫിയ, യോങ്കേഴ്സ്, കോക്കലൻ കൗണ്ടി, ന്യൂജേഴ്സി, ഇതെല്ലായിടത്തും ഇതിന്റെ കോപ്പികൾ സർക്കുലേഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറിനായാലും കേട്ടോ തോമാച്ചൻ വന്നേച്ച് പറഞ്ഞു, സാറിനായാലും പുള്ളി അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. എനിവേ ഞാൻ അതിന്റെ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ചാമക്കാല is one of my best friend. Come on the stage, please. Okay. ഇതിന്റെ പ്രകാശനം നിർവഹിക്കുന്നത് ഔദ്യോഗികമായിട്ട് സുനിൽ ട്രൈസാറെ, ഇൻഡോ അമേരിക്കൻ പ്രസിഡന്റ് ഫാദർ ജോസഫ് പാലക്കലിന്റെ ആദ്യ പ്രതി നൽകിക്കൊണ്ട് ഇതിന്റെ പുണ്യകർമ്മം നിർവഹിക്കുക. ഫിലിപ്പ് മഠത്തിൽ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു ഉദ്ഘാടനം നിർവഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടുകൂടി തന്നെയാണ് ഞാൻ ഇതിന് എഗ്രി ചെയ്തത്. ഏകദേശം 21 വർഷം മുമ്പ് ഏഷ്യാനെറ്റ് നോർത്ത് അമേരിക്കയിൽ ലോഞ്ച് ചെയ്തപ്പോൾ ഇതുപോലെ സാഹസികമായിട്ടുള്ളൊരു പ്രവർത്തനമായിരുന്നു. ഏകദേശം ഒരു 5 വർഷം ഉറങ്ങാതെ നിരവധി സാഹസികങ്ങളിലൂടെയാണ് ഏഷ്യാനെറ്റ് ഇവിടെ ലോഞ്ച് ചെയ്തത്. അതിനുശേഷം 13 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബേബി ഊരാള്, വർക്കി എബ്രഹാം, ജോൺ ടൈലസ്, ജോയ് നെടിയകാലയൻ എന്നിവരുടെ ഒപ്പം പ്രവാസി ചാനൽ എന്നൊരു ചാനൽ ലോഞ്ച് ചെയ്തതും അതും അതിസാഹസികമായിട്ടായിരുന്നു. അതും ഇപ്പോഴും 13ാമത്തെ വർഷത്തിൽ ഭംഗിയായിട്ട് അത് ഓടുന്നു. അപ്പം പെരുപ്പടത്തോടെ എനിക്ക് പറയാനുള്ളത്, യെസ്, സാഹസികമായിട്ടാണെങ്കിലും ഇതിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥത കാണിച്ചാൽ ഇത് വിജയിക്കും, അതിനകത്തൊരു സംശയം വേണ്ട. ഇപ്പം നിങ്ങളുടെ കൂടെ ഒപ്പം കുറേ ആൾക്കാരെ കാണുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും ചെറിയ സഹായങ്ങളുണ്ടെങ്കിൽ ഈ പത്രം ഭംഗിയായിട്ട് വിജയിക്കും. ജീവിതകാലം മുഴുവൻ അമേരിക്കൻ മലയാളികൾക്ക് ഒരു വൻ മീഡിയയുടെ ഒരു പത്രത്തിൻ്റെ ഒരു ഇതായിട്ട് ഇത് വളരട്ടെ. മലയാളം ഗ്ലോബൽ വോയിസിന് എല്ലാവിധമായ ആശംസകളും നേരുന്നു. അതേപോലെ തന്നെ ഇത് ഏറ്റവും ഭംഗിയായിട്ട് പോകട്ടെ എന്ന് ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്ക് ചെറിയൊരു വാക്കുമാണ്. ഇതൊരു സാഹസിക സംരംഭമാണ്. ഇന്നത്തെ കാലത്ത് പ്രിന്റ് മീഡിയയ്ക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് സർവൈവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും വലിയൊരു സാഹസികം ചെയ്യുന്നതിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ ഫോർമാറ്റ്, അതിൻ്റെ പ്രസൻറ്റേഷൻ, കയ്യിലെടുക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നുന്ന ഒരു ഫോർമാറ്റാണ്. സോ ഐ വിഷ് യു ദി വെരി ബെസ്റ്റ്. ആൻഡ് ഒത്തിരി ആൾക്കാരെ കൂട്ടിയിണക്കാനും ആശയവിനിമയം നടത്താനും
ഇതൊരു കാരണമാകട്ടെ എന്ന ആശംസയോടെ കൺഗ്രാജുലേഷൻസ്. താങ്ക് യു ഫാദർ. താങ്ക് യു സുനിൽ ശ്രീഷാർ. ഈ സുനിൽ ശ്രീഷാറുമായിട്ടൊരു 30 വർഷത്തെ മീഡിയ പരിചയമാണ് എനിക്കുള്ളത്. ഞാനിത് ഈ ഒരു പരിപാടി പറഞ്ഞപ്പോൾ ആദ്യം അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങളുടെ ആ ഏരിയയിലെ കുഴപ്പമൊന്നുമില്ല, പരിചയം കൊണ്ടത് പുള്ളി ഇതിന്റെ എക്സ്പീരിയൻസ് കയ്യാണ്. എനിക്കൊരു നല്ല അഡ്വൈസ് തന്ന എൻ്റെ സ്നേഹിതനാണ് സുനിൽ ശ്രീഷാർ. എല്ലാവർക്കും എല്ലാവിധ മക്കളൊക്കെ നേരുന്നു. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. നല്ല ഒരു ചെറിയ പരസ്യം തന്ന സഹായിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. താങ്ക് യു വെരി മച്ച്.